ചിങ്ങം പിറന്നു. ഇന്ന് ചിങ്ങം 1. മലയാളിക്ക് പുതുവർഷപ്പിറവിയും കർഷക ദിനവുമാണ് ചിങ്ങമാസാരംഭം. കോവിഡ് മഹാമാരിയിൽ നിറങ്ങൾ മങ്ങിപ്പോയ രണ്ടാമത്തെ ഓണനാളുകൾ കൂടിയാണിത്. കർക്കിടകവും രാമായണശീലുകളും പെയ്തൊഴിഞ്ഞു. നടുമുറ്റവും നാട്ടുവഴികളും പൂവണിഞ്ഞു. മലയാളിക്കിനി നെന്മണികൾ പറന്നിറക്കുന്ന കാലം. മുക്കുറ്റിയും തുമ്പയും കൃഷ്ണകിരീടവുമൊക്കെ ഇത്തവണ കർക്കിടകം മായും മുൻപേ തിരുമുറ്റങ്ങളിൽ എത്തിയിരുന്നു. കർക്കിടകത്തിൽ തന്നെ അത്തവുമെത്തി. സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ ഉത്സവമായ ഓണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും. പൂവിളി കേൾക്കാൻ മലയാളികൾ ഇത്തവണയും പാകമായിട്ടില്ല. 2 പ്രളയങ്ങൾ, പാടെ അടച്ചുപൂട്ടിയ കഴിഞ്ഞ ഓണക്കാലം, പാതി തുറന്ന ഇത്തവണത്തെ ഓണം. ഒരു നെടുവീർപ്പിന്റെ അകമ്പടിയോടെയാണ് ചിങ്ങത്തിലേക്ക് ഇത്തവണയും മിഴി തുറന്നത്. ചിങ്ങം 1 കർഷക ദിനമായി പ്രഖ്യാപിച്ചത് അടുത്തിടെയാണ്. വിഷുക്കാലത്ത് വിത്തെറിഞ്ഞ മലയാളി ഓണക്കാലത്ത് വിളവെടുക്കും. വിളഞ്ഞ നെൽക്കതിരുകൾ കൊണ്ട് ഇല്ലം അഥവാ വീടുകൾ നിറയ്ക്കും. പൂമുഖത്ത് അരിമാവ് കൊണ്ടുള്ള കോലമെഴുത്ത്. പാടത്തും പറമ്പിലും പറന്നെത്തുന്ന ഓണത്തുമ്പികൾ. സമൃദ്ധിയുടെ പൊന്നോണത്തിലേക്കാണ് ചിങ്ങം 1 വാതിൽ തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾക്ക് തുടക്കമായി. ദർശനത്തിന് ഭക്തരുടെ എണ്ണത്തിൽ പുനഃക്രമീകരണം നടത്തിയിട്ടും കാര്യമായ കുറവ്. വരുമാനത്തെ ഇത് സാരമായി ബാധിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. ചിങ്ങമാസ പുലരിയിൽ അയ്യനെ കണ്ടുതൊഴാൻ സന്നിധാനത്തേക്ക് ഭക്തരെത്തി. പുലർച്ചെ 5-ന് മേൽശാന്തി ജയരാജ് പോറ്റി നട തുറന്ന് ദീപങ്ങൾ തെളിയിച്ചു. പിന്നീട് പ്രത്യേക പൂജാ ചടങ്ങുകൾ നടന്നു. എന്നാൽ സന്നിധാനത്ത് കാര്യമായ തിരക്കില്ല. ഉദയാസ്തമന പൂജ, കലശാഭിഷേകം, പടിപൂജ തുടങ്ങിയ പ്രധാന പൂജകളെല്ലാം നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകും. നടൻ ജയറാം ശബരിമലയിൽ ദർശനം നടത്തി. നിറപുത്തിരി പൂജകൾക്കായി ഒരു ദിവസം മുമ്പേ നട തുറന്ന ഇന്നലെ 1808 പേരാണ് ദർശനത്തിനെത്തിയത്. പ്രതിദിനം 15,000 തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടും ദർശനത്തിനെത്തുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുന്നത് ദേവസ്വം ബോർഡിന് കാര്യമായ വരുമാന നഷ്ടം ഉണ്ടാക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. ഓണനാളുകളിൽ സന്നിധാനത്തേക്ക് എത്തുന്നവർക്ക് ഓണസദ്യ ഒരുക്കുന്നുണ്ട്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 23-നാണ് ക്ഷേത്രനട അടയ്ക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. അതേസമയം ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടുതൽ ഭക്തജന തിരക്ക്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത്. പുലർച്ചെ മുതൽ ഭക്തർ എത്തിത്തുടങ്ങിയിരുന്നു. 1200 ഭക്തരെയാണ് വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താൻ അനുവദിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന വൈസ് ചെയർമാൻ ജി തുളസീധരൻ പച്ചക്കറി കിറ്റ് ചെയർപേഴ്സണ് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. നഗരസഭാ പരിധിയിൽ വിവിധ കാർഷിക മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 7 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. നാടൻ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ഓഗസ്റ്റ് 17 മുതൽ 20 വരെ സംഘടിപ്പിച്ചിരിക്കുന്ന കർഷക ചന്തയിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ആറ്റിങ്ങൽ നഗരസഭ ജനകീയ ആസൂത്രണത്തിലൂടെ വലിയ പരിവർത്തനമാണ് ഈ കാർഷിക രംഗത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. തരിശുരഹിത നഗരം എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്നത്. തീർച്ചയായിട്ടും അത് സാധ്യമാക്കും എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കർഷക ദിനാചരണ പരിപാടികൾ ഇടുക്കി മൂരാശ്ശേരിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാതല പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു.
കോതമംഗലം താലൂക്കിൽ 12 ഓണച്ചന്തകൾ ഒരുക്കി കൃഷി വകുപ്പ്. കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിയും ഫോർട്ടികോർപ്പ് വഴി ഉൽപ്പന്നങ്ങൾ എത്തിക്കും. വട്ടവടയിലെ കർഷകരിൽ നിന്നുള്ള ശീതകാല പച്ചക്കറികളും ഓണവിപണികളിൽ ഒരുക്കുന്നുണ്ട്. 10% വില അധികം നൽകിയാണ് കർഷകരിൽ നിന്ന് പച്ചക്കറികൾ സംഭരിക്കുക എന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PV സിന്ധു പറഞ്ഞു. ഓണത്തിന് പൂ ചോദിച്ചെത്തുന്നവർക്കെല്ലാം സൗജന്യമായി പൂ നൽകും മാരാരിക്കുളം പോലീസ്. കാർഷിക രംഗത്തെ വ്യത്യസ്ത പരീക്ഷണങ്ങൾക്ക് പേരുകേട്ട നാടാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനും അങ്ങനെ ആകാതിരിക്കാൻ പറ്റുമോ? ഇനി കാക്കിക്കുള്ളിലെ കർഷക കാഴ്ചകൾ കാണാം. ഈ പോലീസ് കൂട്ടായ്മ ഒരുപാട് പ്രതിസന്ധികളുമായാണ് ഓരോ മനുഷ്യനും പോലീസ് സ്റ്റേഷന്റെ പടി കടന്നെത്തുന്നത്. പൂക്കളും വർണ്ണങ്ങളുമൊക്കെ നിറഞ്ഞ ഈ അന്തരീക്ഷം അവരുടെ വിഷമങ്ങൾക്ക് അല്പമെങ്കിലും അയവ് വരുത്തുമെന്ന് കരുതാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം മാരാരിക്കുളത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി സന്ദർശനം നടത്തി. അണക്കെട്ടിലെ 3 സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ചു. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഗാലറി എന്നിവിടങ്ങളിൽ പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ സ്വീപ്പേജിന്റെ അളവും രേഖപ്പെടുത്തി. 13 സ്പിൽവേ ഷട്ടറുകളിൽ 3 എണ്ണം ഉയർത്തി പരിശോധിച്ചു. ഇതിനു പുറമെ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഫോർവെയർ ഡാമും സമിതി പരിശോധിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ കുമളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരാതെ ഓൺലൈൻ മീറ്റിംഗ് ആണ് കൂടിയത്. കേന്ദ്ര ജല കമ്മീഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശരവണകുമാർ അധ്യക്ഷനായ സമിതിയിൽ കേരള ജലവിഭവ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരികുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ NS പ്രസീദ്, തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാമർവിൻ, AE കുമാർ എന്നിവരാണുള്ളത്. സംസ്ഥാനത്ത് 5 വർഷം കൊണ്ട് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ നയരേഖ സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചു. ഡിസ്ക് തയ്യാറാക്കിയ നയരേഖ സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ളവരുമായി ചർച്ച ചെയ്യാനാണ് നീക്കം. ആദ്യഘട്ടമായി മാധ്യമരംഗത്തെ പ്രമുഖരുമായുള്ള ആശയവിനിമയമാണ് നടന്നത്. ജനകീയാസൂത്രണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവമായി പുതിയ പദ്ധതി മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം പറഞ്ഞു. ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ള ചർച്ചയിൽ പങ്കെടുത്തു. സാധാരണഗതിയിൽ ഒരു സമൂഹത്തിന് ഒരു എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഫാക്ടർ ബേസ്ഡ് എക്കോണമി ആയിരുന്നു ഒരുപക്ഷെ അടുത്ത കാലം വരെ ലോകത്തിന് നയിച്ചുകൊണ്ടിരുന്നത്, ഇൻഡസ്ട്രി എക്കോണമി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇന്ന് നമ്മളൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് എക്കോണമിയിലേക്ക് പോവുകയാണ്. ലോകമാകമാനം മാറുകയാണ്, പ്രത്യേകിച്ച് വികസിതമായ സ്ഥലങ്ങളെല്ലാം മാറുകയാണ്. where we are moving away from the conventional factors of production to newer factors of production. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നോവേഷൻ ഡ്രിവൺ എക്കോണമി, വേർ knowledge, human capital are going to become the very key elements for the next stage of development. ഇടുക്കി നെടുങ്കണ്ടം അഞ്ചുമുക്കിൽ അനുമതിയില്ലാതെ മുറിച്ചു സൂക്ഷിച്ചിരുന്ന തേക്കിൻ കഷ്ണങ്ങൾ പിടിച്ചെടുത്തു. അഞ്ചുമുക്ക് സ്വദേശി മുത്താശ്ശേരി ജോസഫിന്റെ പുരയിടത്തിൽ നിന്നും 126 തേക്ക് ഉരുപ്പിടികളാണ് കണ്ടെത്തിയത്. വീട് നിർമ്മാണ ആവശ്യങ്ങൾക്കായി പലക കഷ്ണങ്ങളാക്കിയാണ് തടി സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 40,000-ലധികം രൂപയുടെ ഉരുപ്പടികൾ കണ്ടെത്തി. അയൽവാസിയായ പുന്നശ്ശേരി വർഗീസിന്റെ പുരയിടത്തിൽ നിന്നാണ് ജോസഫ് മരം വാങ്ങിയത്. എന്നാൽ മുറിക്കുന്നതിന് വനം വകുപ്പിന്റെ അനുമതി വാങ്ങിയിരുന്നില്ല. വെഞ്ഞാറമൂട് വാമനപുരം കുറ്റൂർ പെട്രോൾ പമ്പിന് സമീപം റോഡ് മുറിച്ചു കടന്ന കാട്ടുപന്നി അപകടത്തിൽപ്പെട്ടു. കാറിനടിയിൽ പന്നി കുടുങ്ങിയതോടെ നാട്ടുകാർ വെഞ്ഞാറമൂട് ഫയർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പന്നിയെ രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെട്ട പന്നി പരുക്കുകളോടെ ഓടിപ്പോയി. ആരാണോ നോക്കി വീഴണ നോക്കും, ആരാ വീഴുന്നു, ആരെല്ലാം വീഴുന്നു. വനം വകുപ്പ് കസ്റ്റഡിയിൽ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി മത്തായി മരിച്ച സംഭവത്തിൽ 6 വനപാലകർ CBI പ്രതിപട്ടികയിൽ. മത്തായിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയാണ് പ്രതി ചേർത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കം 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ദുരൂഹ മരണക്കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് 11 മാസം പിന്നിടുമ്പോഴാണ് CBIയുടെ നിർണായക നീക്കം. CBI നടത്തിയ അന്വേഷണത്തിൽ വനം വകുപ്പ് ജീവനക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയിരുന്നു.
തുടർന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് 6 ജീവനക്കാരെ കൂടി പ്രതി ചേർത്തത്. അന്വേഷണ സംഘം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങാനാണ് സാധ്യത. ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ ആർ രാജേഷ് കുമാർ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ AK പ്രദീപ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ N സന്തോഷ്, VT അനിൽകുമാർ, VM ലക്ഷ്മി, ട്രൈബൽ വാച്ചർ EV പ്രദീപ് കുമാർ എന്നിവരാണ് കേസിൽ പ്രതിപട്ടികയിലുള്ളത്. തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടൽ, അന്യായമായി തടങ്കലിൽ വെക്കുക, മാനസിക ശാരീരിക പീഡനം, കൃത്രിമരേഖ ചമയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി 10 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2020 ജൂലൈ 28 വൈകിട്ടാണ് വനം വകുപ്പിന്റെ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് മോഷ്ടിച്ച കുറ്റത്തിന് മത്തായിയെ വനം വകുപ്പ് ജീവനക്കാർ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് കുടപ്പനയിലെ വീട്ടുവളപ്പിലെ കിണറ്റിൽ മത്തായിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 39 ദിവസത്തെ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ കേസ് CBI ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ച ശേഷമാണ് മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചത്. 2020 ജൂലൈ 28 മത്തായി മരിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിൽ. പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഓണത്തിനു മുന്നോടിയായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങിയിട്ടും ദുരിതബാധിതരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പെൻഷൻ മുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 5 മാസം പ്രതിമാസം പെൻഷൻ ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പെൻഷൻ മുടങ്ങി. സൗജന്യ ചികിത്സയ്ക്ക് പുറത്തുള്ള ആശുപത്രി ആവശ്യങ്ങൾക്കൊന്നും സാധ്യമാകാത്ത അവസ്ഥയിലാണ് പലരും. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾക്കും ഓണം ഉണ്ണണം എന്ന മുദ്രാവാക്യമുയർത്തി ദുരിതബാധിതർ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ ഞങ്ങൾ അമ്മമാര് ഈ ഒരു ചിങ്ങമാസത്തിൽ നല്ലൊരു ഓണനാളായിട്ടാണ് ഞങ്ങൾ സമരത്തിന് ആഹ്വാനം കൊടുത്തിട്ടുള്ളത്. കാരണം 5 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ നിലച്ചിട്ട് കൃത്യമായി മരുന്നും കാര്യങ്ങളും കൊടുക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഒരു പോഷകാഹാരം കൊടുക്കാനോ അവർക്ക് കൃത്യമായി നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാനോ ഞങ്ങൾക്ക് പറ്റുന്നില്ല. തുച്ഛമായ പെൻഷനാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഒരു 5 പൈസ അതിൽ കൂട്ടി തന്നില്ല എന്ന് മാത്രമല്ല ഈ 5 മാസമായിട്ട് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നില്ല. മറ്റെല്ലാ പെൻഷനുകളും കൃത്യമായി സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഈ നല്ലൊരു ഓണമായിട്ട് ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് സർക്കാർ മറന്നുപോയി എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഓണം ഉണ്ണണം, ഞങ്ങളുടെ കുട്ടികൾക്ക് പുത്തൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. വിധവകളും നിരാലംബരുമായ വീട്ടമ്മമാരുൾപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതമാർഗം കൂടിയാണ് പ്രതിസന്ധിയിലായത്. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു തുടങ്ങിയ സർക്കാർ ദുരിതബാധിതരുടെ പ്രതിസന്ധിക്ക് കൂടി പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. അടിമാലി കുറത്തിക്കുടിയിൽ ചികിത്സാ സൗകര്യങ്ങളില്ലാതെ ആദിവാസി കുടുംബങ്ങൾ. അടിമാലിയിൽ നിന്നും 34 കിലോമീറ്റർ ഉൾവനത്തിനാണ് കുറത്തിക്കുടി. ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മുതുവൻ സമുദായക്കാരായ 100-ലധികം കുടുംബങ്ങളാണ് കുറത്തിക്കുടിയിലുള്ളത്. എന്നാൽ സഞ്ചാരയോഗ്യമായ റോഡില്ല, വാഹന സൗകര്യമില്ല. അവശരായ രോഗികളെ കസേരകളിലിരുത്തി 25 കിലോമീറ്റർ ദൂരം ചുമന്നാണ് വാഹന സൗകര്യമുള്ള മാങ്കുളത്തോ പഴമ്പിള്ളിച്ചാലിലോ എത്തിക്കുന്നത്. ഞങ്ങളുടെ കുടിയിൽ 380ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ ഒരു ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ 9 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്ത് മാങ്കുളം വരണം, ഇല്ലെങ്കിൽ 48 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്ത് അടിമാലി പോകണം. ഇപ്പം ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പനി വന്നാൽ പോലും മരുന്ന് മേടിക്കുവാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിലുള്ള ആരോഗ്യവകുപ്പ് അറിയുന്നതിനായിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ട്രൈബൽ സെറ്റിൽമെന്റ് കുറത്തിക്കുടിയിൽ ഞങ്ങൾക്ക് ഹെൽത്ത് സെന്റർ, ചെറിയൊരു ഹെൽത്ത് സെന്റർ ഞങ്ങൾക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ആവശ്യമാണ്. അത് ഗവൺമെന്റിന് ഞങ്ങൾക്ക് ലഭിക്കണം. ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കുന്നതും ഇവിടെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. കുറത്തിക്കുടിയിൽ ആരോഗ്യ ഉപകേന്ദ്രമെങ്കിലും സ്ഥാപിച്ചാൽ അത്യാവശ്യ ചികിത്സ ലഭ്യമാക്കാനാകും. അടിമാലി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് കുറത്തിക്കുടി ആദിവാസികളുടെ ആവശ്യം. ന്യൂസ് 18 അടിമാലി. ജനകീയ ആസൂത്രണത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ നൂറനാട് പഞ്ചായത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു. 1995 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിലെ പ്രസിഡന്റുമാരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷാണ് ആദരിച്ചത്. മുൻ പ്രസിഡന്റുമാരായ രത്നമ്മ രവീന്ദ്രൻ, മണിയമ്മ മോഹനൻ, അശോകൻ നായർ, ശോഭ രാജു എന്നിവർക്കാണ് ആദരം നൽകിയത്. വൈസ് പ്രസിഡന്റ് G അജികുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.
വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ധനവില വർധനവിനെതിരെ സൈക്കിൾ യാത്ര നടത്തി യുവാവിന്റെ പ്രതിഷേധം. വയനാട് സ്വദേശി ഫൈസലാണ് കണ്ണൂർ അരവഞ്ചാലിൽ നിന്നും സുൽത്താൻ ബത്തേരി വരെ സൈക്കിൾ ചവിട്ടി പ്രതിഷേധിച്ചത്. 21-കാരനായ ഫൈസൽ അരവഞ്ചാലിലെ ഒരു ചിക്കൻ സ്റ്റാളിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റിവെച്ചാണ് സൈക്കിൾ വാങ്ങാനുള്ള തുക കണ്ടെത്തിയത്. സൈക്കിളിന് 8000 രൂപയായി. ചിലവെല്ലാം ഞാൻ ചുരുക്കി മറ്റുള്ള ചെലവിന് വേണ്ട പൈസ മാറ്റിവെച്ച്, എൻ്റെ ചെലവിൽ കഴിയേണ്ട പൈസ ഞാൻ മാറ്റിവെച്ച് അത് ഒരുക്കി കൂട്ടി വെച്ചിട്ട് മേടിച്ചതാണ് സൈക്കിൾ. ബൈക്ക് വാങ്ങണമെന്ന മോഹത്തോടെയാണ് പണം നീക്കിവെക്കാൻ തുടങ്ങിയതെങ്കിലും ഇന്ധനവില ക്രമാതീതമായി വർദ്ധിച്ചതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. വില വർധനവിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയാലോ എന്നായി അടുത്ത ചിന്ത. അങ്ങനെയാണ് ജോലിസ്ഥലത്തു നിന്നും 200 കിലോമീറ്ററിലധികം ദൂരെയുള്ള വയനാട്ടിലേക്ക് സൈക്കിൾ ചവിട്ടാൻ ഫൈസൽ തീരുമാനിച്ചത്. അടുത്ത ബന്ധു കൂടിയായ യുവാവ് സൈക്കിളുമായി മണാലി യാത്ര നടത്തിയതും പ്രചോദനമായി. നാട്ടിലുള്ളവരെല്ലാവരും പറഞ്ഞു നല്ല പരിപാടിയാണ്, നിന്നെക്കൊണ്ട് കഴിയും, നീ പരമാവധി ശ്രമിച്ചാൽ മതി എന്നെല്ലാം എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ടുകൊണ്ട് ഞാൻ അത്രയും ജനങ്ങളെ പ്രോത്സാഹനത്തിൽ അങ്ങനെ ഉൾക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. ഓരോ പ്രദേശത്തെത്തുമ്പോഴും വില വർധനവിനെതിരെ ജനങ്ങളുമായി സംസാരിക്കാനും ഫൈസൽ സമയം കണ്ടെത്തി. കനത്ത മഴയെ വകവയ്ക്കാതെയും ചുരം തള്ളിക്കയറ്റിയും ഫൈസലിന്റെ സൈക്കിൾ യാത്ര 3-ാം ദിവസം വയനാട്ടിൽ സമാപിച്ചു. ശ്രീനി അലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.